1960 മുതൽ ഏതാണ്ട് 300 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നാണ് കണക്കാക്കപ്പെട്ടത്. അതിൽ 100 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ കണ്ടുകിട്ടിയ മൃതദേഹങ്ങളിൽ പലതും ഇപ്പോൾ പ്രശസ്തമായ ലാൻഡ്മാർക്കുകളാണ്. എവറസ്റ്റ് കീഴടക്കുന്നതിനിടെ മരണപ്പെട്ടു പോകുന്നവരുടെ മൃതശരീരങ്ങൾ താഴെ എത്തിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് താഴെ എത്തിക്കുക എന്നത് വളരെ ചിലവേറിയ ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ മൃതശരീരങ്ങൾ അവിടെ ഉപേക്ഷിക്കാറാണ് പതിവ്. മഞ്ഞുകൾക്കിടയിലായതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ മൃതദേഹങ്ങൾക്കൊന്നും ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ലെന്നാണ് ഏറ്റവും രസകരമായ ഒരു സംഭവം. 1996 മുതലുള്ള ഗ്രീൻ ബൂട്ട്സ് ഒരു ഉദാഹരണമാണ്. പ്രയാണത്തിനിടെ വിശ്രമിക്കാനിരുന്നാണ് ഇയാൾ. പിന്നീട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. 24 തവണ എവറസ്റ്റ് കയറിയിട്ടുള്ള ഷെർപ്പയായ കാമി റീത്ത പറയുന്നത് ആഗോളതാപനം കൊണ്ട് മഞ്ഞുരുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ട് മഞ്ഞിൽ പൂണ്ടുപോയ ശവങ്ങൾ പലതും ഇപ്പോൾ പൊങ്ങി വരികയാണ്. 8000 മീറ്ററിന് മുകളിൽ ഡെത്ത് സോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അന്തരീക്ഷ സമ്മർദ്ദം കടൽ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 1/3 മാത്രമാണ്. ഓക്സിജന്റെ സാന്നിധ്യവും വളരെ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നതും ഈ ഡെത്ത് സോണിൽ വെച്ചാണ്. -72 ഡിഗ്രി താപനിലയിൽ അധിക നേരം അനങ്ങാതെ നിന്നാൽ ബ്രെയിൻ ഓക്സിജൻ കിട്ടാതെ നീര് വയ്ക്കുകയും ഭക്ഷണം ദഹിക്കുകയും ചെയ്യില്ല.